കൊട്ടിയൂരിൽ വാളാട്ടം കഴിഞ്ഞു. കുടിവതികൾ തേങ്ങയേറ് നടത്തി. തിങ്കളാഴ്ച തൃക്കലശാട്ട്. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം. ചോതി നാളിൽ നെയ്യാട്ടത്തോടെ തുടങ്ങിയ യാഗോത്സവം ചിത്തിര നാളിൽ തൃക്കലശാട്ടോടെ സമാപിക്കുന്നു. കൊട്ടിയൂരിലെ സമാനതകളില്ലാത്ത വൈശാഖ മഹോത്സവം പരിസമാപ്തി ഘട്ടത്തിലേക്ക്. തിങ്കളാഴ്ച ഉച്ചയോടെ വീരഭദ്രൻ്റെ ചൈതന്യം കുടികൊള്ളുന്ന മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ ബലിബിംബങ്ങളും ഭണ്ഡാരങ്ങളും അടിയന്തരക്കാരും വാവലിപ്പുഴ കടക്കും. ഞായറാഴ്ച അത്തം നാളിൽ നടന്ന വാളാട്ടം, കുടിപതികളുടെ തേങ്ങയേറ്, അത്തം ചതുശത നിവേദ്യം, കൂത്ത് സമർപ്പണം എന്നീ വിശിഷ്ട ചടങ്ങുകൾക്ക് ആയിരങ്ങളാണ് സാക്ഷികളായത്. ഉച്ചയ്ക്ക് പന്തീരടി പൂജയോടൊപ്പം നടന്ന ശീവേലി ഈ വൈശാഖ മഹോത്സവത്തിലെ അവസാന ശീവേലിയായിരുന്നു. ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതിയുടെയും തിടമ്പുകൾ എഴുന്നള്ളിച്ചപ്പോൾ പൊന്നിൻകുടവും വെള്ളിക്കുടങ്ങളും വെള്ളി വിളക്കും കലശപാത്രവുമായി സ്ഥാനികർ അകമ്പടി സേവിച്ചു. ശീവേലിക്കിടെ വാളശന്മാർ വാളാട്ടം നടത്തി. തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിൽ ദേവതമാർക്ക് അഭിമുഖമായി പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് വാളാട്ടം നടന്നത്. വാളാട്ടത്തിലൂടെ തിടമ്പുകളിൽ നിന്ന് ദേവതാ ചൈതന്യം വാളുകളിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. തുടർന്നാണ് ഏഴില്ലക്കാരായ കുടിപതികളുടെ തേങ്ങയേറ് നടന്നത്. ഭണ്ഡാര അറയുടെ പിറകുവശത്ത് അമ്മാറക്കൽ തറക്കും പൂവറക്കും മധ്യത്തിലുള്ള ശിലയിലാണ് തേങ്ങയേറ് നടന്നത്. കുടിപതികൾ പ്രായക്രമമനുസരിച്ച് ഓരോരുത്തരായാണ് തേങ്ങയേറ് നടത്തിയത്. വൈകുന്നേരം 1000 കുടം അഭിഷേകവും നടന്നു. തുടർന്ന് കൂത്ത് സമർപ്പണം എന്ന ചടങ്ങ് നടന്നു. ഉച്ചയ്ക്കാണ് ഈ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം ഭഗവാന് നിവേദിച്ചത്. രാത്രി പ്രത്യേക പൂജകളോ നിവേദ്യമോ ഇല്ല. കലശമണ്ഡപത്തിൽ കലശപൂജയ്ക്കുള്ള ഒരുക്കങ്ങളും അത്തം നാളിൽ തുടങ്ങി. ചിത്തിരനാളായ തിങ്കളാഴ്ച രാവിലെ വാകച്ചാർത്ത് നടക്കും. തുടർന്ന് നമ്പീശനും വാര്യരും ചേർന്ന് താൽക്കാലിക ശ്രീകോവിലിൻ്റെ 4 തൂണുകളും പറിച്ചെടുത്ത് ശ്രീകോവിൽ അപ്പാടെ തിരുവഞ്ചിറയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തള്ളിയിടും. കലശമണ്ഡപത്തിൽ കലശപൂജ കഴിയുന്നതോടെ കലശകുംഭങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ഒന്ന് പാലക്കുന്നം നമ്പൂതിരിയും മറ്റേത് പടിഞ്ഞീറ്റ നമ്പൂതിരിയുമാണ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ കളഭകുംഭം നന്ദ്യാർവള്ളിയുടെ നേതൃത്വത്തിലും രണ്ടാമത്തെ കളഭകുംഭം കോഴിക്കോട്ടിരിയുടെ നേതൃത്വത്തിലും ഭഗവാന്റെ സ്വയംഭൂവിൽ ആടുന്ന പവിത്രമായ ചടങ്ങാണ് തൃക്കലശാട്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർകെ, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.